പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാനവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഒരു ദിവസം കൂടെ കാണുവാനുള്ള ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകിയതുകൊണ്ട് നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവം ഞങ്ങൾ അത്ഭുതകരമായി നടത്തുന്നതുകൊണ്ട് നന്ദി കർത്താവേ. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മുഖാന്തരങ്ങളിലൂടെ, ഞങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത വഴികളിലൂടെ ഞങ്ങളെ കരം പിടിച്ച് നടത്തുകയും മുമ്പോട്ട് പോകാനുള്ള പാത ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി അനുഗ്രഹീതമായി ഞങ്ങളെ നടത്തുകയും ചെയ്യുന്നതുകൊണ്ട് നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു. ഏറെ പ്രതീക്ഷയോടും ഏറെ പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടെ അങ്ങയെ ആരാധിക്കുന്നതിന് അങ്ങയുടെ മക്കളായിരിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഇതാ അടുത്തു വരുന്നു. ഞങ്ങൾ അർപ്പിക്കുന്ന ആരാധന കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. അങ്ങയുടെ നാമത്തിൽ ആരാധന ആരംഭിക്കട്ടെ. ആദിയോടന്തം അങ്ങയുടെ സാന്നിധ്യം പകരണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. 280 ഗീതം, അതിൻ്റെ 1ഉം 2ഉം 6ാമത്തെ ചരണവും പാടാം. 280 ഗീതം. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും നീചരാം ഞങ്ങളുടെ പാപമെല്ലാമേറ്റതും, നീചരാം ഞങ്ങളുടെ പാപമെല്ലാമേറ്റതും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. കാൽവരി മലമുകളേറി നീ ഞങ്ങൾക്കായി കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചുയിരേകിയ, കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചുയിരേകിയ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനെ, നിന്നെ വിട്ടിട്ടാടിയങ്ങൾ എങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടാടിയങ്ങൾ എങ്ങു പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഇന്നത്തെ ധ്യാനത്തിനുള്ള വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ കേൾപ്പീൻ. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോകുന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം
ഇവയൊക്കെയും വിട്ടുകളവിൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല. ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാം ആകുന്നു. ക്രിസ്തുവേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു ദിവസം കൂടെ കാണുവാനും പ്രാർത്ഥനയുടെയും ആരാധനയുടെയും വചനധ്യാനത്തിൻ്റെയും അന്തരീക്ഷത്തിൽ ഈ ദിനം ആരംഭിക്കുന്നതിനും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിച്ചിരിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പങ്കെടുക്കുന്ന ഓരോ ആരാധനകളും മുന്നോട്ടുള്ള പ്രയാണത്തിന് കൂടുതൽ കരുത്ത് പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 9-10 വാക്യങ്ങൾ. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. COVID-19 പശ്ചാത്തലത്തിൽ വന്ന 2 വാർത്തകൾ ഞാൻ ആമുഖമായി ഒന്ന് സൂചിപ്പിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ വാർത്ത, വിദേശ രാജ്യങ്ങളിൽ ജോലികളിൽ ആയിരുന്ന ഇന്ത്യക്കാർ സ്വദേശത്തേക്ക് മടങ്ങി വരാൻ തിരക്ക് കൂട്ടിയപ്പോൾ 88 നഴ്സുമാർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ കൊറോണ ബാധിച്ചവരെ ശുശ്രൂഷിക്കാനായി കടന്നുപോയി. രണ്ടാമത്തെ വാർത്ത, മുംബൈയിലെ ഒരു ബസ് കണ്ടക്ടർ കൊറോണ ബാധിച്ചു, ഭയങ്കരമായ ശ്വാസം മുട്ട് അനുഭവപ്പെട്ടു, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. താൻ ആരോഗ്യം വീണ്ടെടുത്തു. തന്നെ ശുശ്രൂഷിച്ച നഴ്സ്, ഈ മനുഷ്യൻ ആശുപത്രിയിൽ നിന്നും പോകാൻ ഒരുങ്ങുമ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നും ഒരു ഭക്ഷണപ്പൊതി വരുത്തി അദ്ദേഹത്തിന് നൽകി, കൂടെ കുറച്ച് തുകയും നൽകി. ആ നഴ്സിനെ കുറിച്ച് തിരക്കുന്നതിന് ഈ മനുഷ്യൻ ആഗ്രഹിച്ചു. തന്നെക്കുറിച്ച് വെളിപ്പെടുത്താൻ അവർ ആഗ്രഹിച്ചില്ല. പേരിനും പ്രശസ്തിക്കും വേണ്ടി അല്ലാതെ ആത്മാർത്ഥമായ ശുശ്രൂഷയും സേവനവും നടത്തുന്നവർ ഈ കാലഘട്ടത്തിലും ധാരാളം പേരുണ്ട്. അത് ഏറെ സന്തോഷകരവും ആണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യയിലെ വിശ്വാസികളോട് ക്രിസ്തുവിലുള്ള ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ക്രിസ്തുവിലുള്ള ജീവിതം? എപ്രകാരമായിരിക്കണം ക്രിസ്തുവിലുള്ള ജീവിതമെന്ന് കൊലോസ്യ സഭയിലെ വിശ്വാസികളോട് പൗലോസ് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ പറയുന്നു, നിങ്ങൾ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. നിങ്ങൾ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ആദ്യമായി പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിലുള്ള ജീവിതം ശരിയായ കാഴ്ചപ്പാടുള്ള ജീവിതം എന്നാണ്. ക്രിസ്തുവിലുള്ള ജീവിതം ശരിയായ കാഴ്ചപ്പാടുള്ള ജീവിതം. ക്രിസ്തുവിലുള്ള ജീവിതം ശരിയായ കാഴ്ചപ്പാടുള്ള ജീവിതം ആയിരിക്കുമെന്നാണ് പൗലോസ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ക്യാമറ ഉപയോഗിക്കുന്നവർ പറയും, അത് ഉപയോഗിക്കുന്ന രീതി വളരെ പ്രധാനമാണ്. ഫോക്കസിങ് എന്നാണ് അതിന് പറയുക. ഞാനിപ്പോൾ സംസാരിക്കുമ്പോഴും എൻ്റെ മുന്നിൽ ഒരു ക്യാമറയുണ്ട്.
ഫോക്കസിങ് വളരെ കൃത്യമായിരിക്കുന്നത് കൊണ്ടാണ് വളരെ മനോഹരമായി ഈ ആരാധന നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. അതായത് ഫോക്കസിങ് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങൾ നാം കാണും. ക്യാമറാമാൻ്റെ മുന്നിൽ പല കാര്യങ്ങൾ കാണും. എന്നാൽ വേണ്ട കാര്യം മാത്രം വ്യക്തമായും മനോഹരമായും ഒപ്പിയെടുക്കാൻ ക്യാമറയെ സഹായിക്കുന്നത് ഫോക്കസിങ്ങിലൂടെയാണ്. ഒരു തിരഞ്ഞെടുപ്പുണ്ട് അവിടെ. പല കാര്യങ്ങൾ കാണും, എന്നാൽ വേണ്ട കാര്യം മാത്രം ഭംഗിയായി ഒപ്പിയെടുക്കാൻ ക്യാമറയെ സഹായിക്കുന്നത് ഫോക്കസിങ്ങിലൂടെയാണ്. അനുദിന കാഴ്ചപ്പാടുകളിൽ ഒരു തിരഞ്ഞെടുപ്പ് വേണം. അനുദിന കാഴ്ചപ്പാടുകളിൽ ഒരു തിരഞ്ഞെടുപ്പ് വേണം. ഒരുപാട് കാര്യങ്ങൾ നാം ഇന്ന് കാണുന്നുണ്ട്. പക്ഷേ ഒരു ഫോക്കസിങ് നമുക്കുണ്ടാവണം. ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ ഒരുപാട് കാഴ്ചകളുടെ മധ്യേ ശരിയായൊരു തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു ഫോക്കസിങ് നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുകയാണ്. ക്രിസ്തുവാകുന്ന പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു തിരഞ്ഞെടുപ്പുണ്ടാകണം. എല്ലാ കാഴ്ചകളുടെ മധ്യേ ശരിയായത് കാണുവാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കുതിരയ്ക്ക് മുഖപ്പട്ട കിട്ടാറുണ്ട്. മുൻപിൽ കാണേണ്ടത് മാത്രം കാണാനും യാത്രക്കാരന് വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടിയാണ് കുതിരയ്ക്ക് മുഖപ്പട്ട കിട്ടുന്നത്. മുൻഗണന നൽകാനുള്ള ഒരു ദർശനം, ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകണം. പലരും പറയാറുണ്ട്, കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയമില്ല. ഈ നാളുകളിൽ, പ്രത്യേകിച്ച് ഇന്നിൻ്റെ ഈ പശ്ചാത്തലത്തിൽ, ഭവനത്തിൽ പ്രാർത്ഥനാ ജീവിതം വളർത്താൻ സഹായകമായോ എന്ന് നാം ചിന്തിക്കണം. ഭവനത്തിൽ പ്രാർത്ഥനാ ജീവിതം വളർത്താൻ ഈ നാളുകൾ ഉപകരിക്കപ്പെട്ടോ എന്ന് നാം ചിന്തിക്കണം. കോവിഡ് മൂലം പ്രതിസന്ധിയിലായവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞുവോ? കോവിഡ് മൂലം വേദന അനുഭവിച്ചവരെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞുവോ? ഞാൻ ആമുഖമായി 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തു. ദൈവാലയത്തിൽ ആരാധനയ്ക്ക് പങ്കെടുക്കാൻ സാഹചര്യമുണ്ടാകുമ്പോൾ പഴയ ആവേശത്തോടെ പങ്കെടുക്കാൻ കഴിയുമോ? ഒരു ഫോക്കസിങ് നമുക്കുണ്ടാകണം. ശരിയായ ഒരു കാഴ്ചപ്പാട്. ഒരുപാട് കാഴ്ചകളുടെ മധ്യേ ഒരു ശരിയായ കാഴ്ചപ്പാടുണ്ടാകണം. കാരണം ക്രിസ്തുവാകുന്ന പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിച്ചിരിക്കുകയാണ്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങളോടും ഞാൻ പറയുന്നു, ഒരു ശരിയായ തിരഞ്ഞെടുപ്പ് ഉണ്ടാകട്ടെ. ഒരുപാട് കാഴ്ചകളുടെ, ഇന്നിൻ്റെ ഈ ലോകത്ത് ഒരുപാട് കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളുടെ മധ്യേ ശരിയായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകട്ടെ. കാരണം പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുകയാണ്. രണ്ടാമത് പൗലോസ് അവിടെ പറയുന്നത്, ക്രിസ്തീയ ജീവിതം സാക്ഷ്യമുള്ള ജീവിതം ആയിരിക്കണം. ക്രിസ്തീയ ജീവിതം സാക്ഷ്യമുള്ള ജീവിതം ആയിരിക്കണം. തിരക്കുകളുടെ മധ്യത്തിലാണ് ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത്. എല്ലാവരും ബിസിയാണ്. ആരോട് ചോദിച്ചാലും പറയും, ഞാൻ ബിസിയാണ് എന്ന് പറയും. വളരെ തിരക്കുള്ള ഒരു സമൂഹം. ദൈവശാസ്ത്രജ്ഞനായ കൊസൂക്കെ കൊയാമ തൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, യേശുവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: മണിക്കൂറിൽ 3 മൈൽ വേഗത മാത്രം. മണിക്കൂറിൽ 3 മൈൽ വേഗത മാത്രം. 3 miles ആൻഡ് അവർ ഗോഡ്. യേശു നിൽക്കുന്നു, യേശു കേൾക്കുന്നു, യേശു മനസ്സിലാക്കുന്നു, യേശു ശ്രദ്ധിക്കുന്നു, യേശു സൗഖ്യം നൽകുന്നു. മണിക്കൂറിൽ 3 മൈൽ വേഗത മാത്രം. ഭർത്തിമായെ മറ്റുള്ളവർ ശാസിച്ചു. എന്നാൽ കർത്താവ് അവിടെ നിന്നു, അവനോട് സംസാരിച്ചു.
ഞാൻ നിനക്ക് എന്ത് ചെയ്തറിയണം എന്ന് അവനോട് ചോദിച്ചു. അവന് സൗഖ്യം നൽകി. മണിക്കൂറിൽ 3 മൈൽ വേഗത മാത്രം. തിരക്ക് പിടിച്ച ഈ ലോകത്ത് സാക്ഷ്യമുള്ള ജീവിതം നയിക്കാനായി കഴിയണം. കാരണം പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിച്ചിരിക്കുന്നു. നിൽക്കണം, ശ്രദ്ധിക്കണം, കേൾക്കണം, മനസ്സിലാക്കണം, സൗഖ്യ അനുഭവം പകരണം. അതാണ് സാക്ഷ്യമുള്ള ജീവിതം. 24 വയസ്സുള്ള ഒരു സ്ത്രീ കഠിനമായ രോഗം ബാധിച്ചു. ചികിത്സിക്കുവാനായി പണമില്ല. ഭർത്താവ് പെയിൻറ്റിങ് ജോലി ചെയ്യുന്ന ആളാണ്. കോവിഡ് വന്നത് കാരണം, ലോക്ക്ഡൗൺ കാരണം ജോലിക്ക് പോകാനായി കഴിഞ്ഞില്ല. വരുമാനം നിലച്ചു. ഈ സ്ത്രീക്കൊരു സർജറി ആവശ്യമായി വന്നു. അത് ചെയ്യുവാനുള്ള പണമില്ല. രോഗം കഠിനമായി. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ അനിത മാത്യു അവരെ പരിശോധിച്ചു, സർജറി ചെയ്തു. അവരുടെ മുഴുവൻ ചിലവുകളും ഏറ്റെടുത്തു. ആ സ്ത്രീക്ക് സർജറിക്ക് വേണ്ടി വന്ന, ആ ആശുപത്രിയിൽ വേണ്ടി വന്ന എല്ലാ ചിലവുകളും ഏറ്റെടുത്തു. എന്തെല്ലാം ചിലവുകൾ അവിടെ ആവശ്യമായി വന്നോ ഈ ഡോക്ടർ അതെല്ലാം പൂർണ്ണമായി വഹിച്ചു. 1 മൈൽ പോകേണ്ട ഇടത്ത് 2 മൈൽ പോകേണ്ടതാണ് നമ്മുടെ ജീവിതമെന്ന് ആ ഡോക്ടർ പഠിപ്പിക്കുകയാണ്. 1 മൈൽ പോകേണ്ട ഇടത്ത് 2 മൈൽ പോകണം. അതായിരിക്കണം നമ്മുടെ ജീവിതമെന്ന് ആ ഡോക്ടർ പഠിപ്പിക്കുകയാണ്. സാക്ഷ്യമുള്ള ഒരു ജീവിതം, ക്രിസ്തീയ ജീവിതം സാക്ഷ്യമുള്ള ഒരു ജീവിതം ആയിരിക്കണം. കൊലോസ്യ സഭയിലെ വിശ്വാസികളോട് പൗലോസ് പറയുന്നു, നിങ്ങൾ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശരിയായ കാഴ്ചപ്പാടുണ്ടാകണം. നിങ്ങളുടെ ജീവിതം സാക്ഷ്യമുള്ള ജീവിതം ആയിരിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഈ ലോകത്ത് ഒരുപാട് കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളുടെ മധ്യേ ഒരു ഫോക്കസിങ് ഉണ്ടാകട്ടെ, ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകട്ടെ, ശരിയായ കാഴ്ചപ്പാടുണ്ടാകട്ടെ. നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ശരിയായി നിറവേറ്റാൻ നമുക്ക് കഴിയണം. നിൽക്കണം, കേൾക്കണം, മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം, സൗഖ്യ അനുഭവം പകരണം, സാക്ഷ്യമുള്ള ജീവിതം നയിക്കണം. ശരിയായ കാഴ്ചപ്പാടോടുകൂടെ സാക്ഷ്യമുള്ള ജീവിതം നയിച്ച് ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന് ഈ വചനം മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ വിളിക്കുകയും അവിടുത്തെ ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവും ആയുള്ളവേ, അങ്ങയെ ആരാധിക്കുന്നതിനും അങ്ങയുടെ മാറ്റമില്ലാത്ത ശബ്ദം കേൾക്കുന്നതിനും ഒരവസരം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തന്നുവല്ലോ. നന്ദിയോടെ അങ്ങയെ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിന് ഞങ്ങളെല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. ഒരുപാട് കാഴ്ചകളുടെ മധ്യേ ശരിയായത് കാണുവാൻ, ശരിയായ കാഴ്ചപ്പാടോടുകൂടെ ഈ ലോകത്ത് ജീവിപ്പാൻ ഒരു ശരിയായ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുവാൻ, ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ഭംഗിയോടെ നിറവേറ്റുവാൻ ഞങ്ങളെല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. ഒരു സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാനുള്ള കൃപ, ആത്മാവിൻ്റെ നിറവ് ഞങ്ങൾക്ക് നൽകണമേ. അനേകം പേരെ
കാണുവാൻ, കേൾക്കുവാൻ, ശ്രദ്ധിക്കുവാൻ, സൗഖ്യ അനുഭവം പകരുവാൻ, അങ്ങനെ സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുത്ത എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു. ജീവിതയാത്രയിൽ അങ്ങ് നാഥനായി, അങ്ങൊരു നല്ല ഇടയനായി കൂടെ ഇരിക്കണമേ. എന്തെല്ലാം നന്മ ആവശ്യമായിരിക്കുന്നുവോ ആ നന്മകളൊക്കെയും അങ്ങ് ദാനം ചെയ്യണമേ. ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേൾക്കുകയും ചോദിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാൾ അധികം നന്മ അവരുടെ ജീവിതങ്ങളിൽ അങ്ങ് നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. നൽകിയിരിക്കുന്ന തലമുറകളെ ദൈവം അനുഗ്രഹിക്കണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. ഇന്ന് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും, ഇടപെടുന്ന എല്ലാ മേഖലകളിലും, കൈക്കൊള്ളുന്ന എല്ലാ തീരുമാനങ്ങളിലും ദൈവമേ അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ നടത്തുന്നത് കൊണ്ട് സ്തോത്രം. വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെട്ടതുകൊണ്ട് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. തുടർന്നും കർത്താവ് കൂടെ ഇരിക്കുകയും കരം പിടിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തുകയും ചെയ്യണം. ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുന്നു, സമ്പൂർണമായി സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും, നാം കേട്ട വചനത്തോടും നമ്മുടെ ജീവിതയാത്രയോടും ഇന്നും എപ്പോഴും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ.